എനിക്ക് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ. അല്ല പിന്നെ ഫോണിൽ വൈഫാണ്, നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. എന്നാ നീ വേഗം ഫ്ലൈറ്റ് കയറിക്കാൻ ഇങ്ങോട്ട്. ഞാൻ അവിടെ ചൂടൊന്ന് തണുപ്പിക്കാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണ്ടി വരും, അയാളെ കൊണ്ട് പൊറിച്ചുമുട്ടിരിക്കോ ഇവിടെ. ആഹാ, അതാ റെഡി അവൻ, നിന്നെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നവൻ. എന്നിലെ ഭർത്താവ് സടകുടഞ്ഞു. ആ ഗോപാലട്ടൻ തന്നെ അയാൾ പേടിച്ച് മീൻ വാങ്ങാൻ കൂടെ പുറത്തിറങ്ങാൻ വയ്യാതെയായി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ അയാളുടെ എളിയിൽ മൂത്രമൊഴിച്ചിരുന്നോ? ഞാനോ? നിനക്കെന്തടി വട്ടായോ? എന്തൊക്കെ നീ പറയുന്നത്? ഞാൻ തലയിൽ കൈവച്ചു. ഇപ്പൊ അങ്ങനെയായോ? അയാളുടെ പറഞ്ഞ് പിറന്ന അന്ന് മുതൽ നിങ്ങൾ അയാളുടെ എളിയിലായിരുന്നു. നിങ്ങൾ എത്രയോ തവണ അയാളുടെ എളിയിൽ മുള്ളിയിട്ടുണ്ടെന്ന്. എനിക്ക് ഈ ഗോപാലൻ തന്നെ ശരിക്കും അറിയില്ല. പിന്നെ മൂത്രമൊഴിക്കാൻ അയാളെന്താ പബ്ലിക് ടോയ്ലറ്റ് ആണോ? നീ ഒന്ന് പോയേ, മനുഷ്യനിവിടെ തലകത്തിൽക്കുക. അപ്പോഴവിടെ ഒരു ഗോപാലേട്ടൻ. അങ്ങനെ പോയാൽ എങ്ങനെയാ? നിങ്ങൾ കഴിഞ്ഞ നാട്ടിൽ വരുത്തിന് പുള്ളിക്കൊരു മൊബൈൽ കൊടുത്തേക്കാന്ന് പറഞ്ഞിരുന്നോ? അവള് വിടാനുള്ള ഭാവമില്ല. ഞാനോ? എൻ്റെ ഈ പഴയ മൊബൈലൊന്ന് മാറ്റം കുറെ നാളായി നേർച്ചയാക്കിയിട്ട് അതിനിതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാ ഗോപാലേട്ടന്. അത് നിങ്ങൾ എന്ത് വേണം ചെയ്തോ? പുള്ളിയോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? അതെനിക്ക് അറിയേണ്ടത്. അവൾ കത്തി കയറുകയാണ്. നീ പറയുന്ന മൂർഖൻ പറമ്പിൽ ആ വെള്ളടിച്ചിറക്കുന്ന പുള്ളിയെ പറ്റിയാണോ? ആ കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന പുള്ളി? ആ മൂർഖൻ തന്നെ. അപ്പൊ അറിയാം. നീ കഴിഞ്ഞ വരവിന് അയാൾ ഓടി എൻ്റെ വണ്ടിയുടെ പുറകിൽ ചാടി കയറി 1000 രൂപ ചോദിച്ചു. ഞാൻ 100-ൽ ഒതുക്കി. ബാക്കി 900-ന് ചെറിയ മൊബൈൽ അയച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും കരുതി ബാക്കി 900 ഉണ്ടല്ലോ എന്ന്. ഞാനാണെങ്കിൽ ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കയറി എസ്സും പറഞ്ഞു. അതിങ്ങനെ ഒരു പണിയാവുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എന്നാൽ ശരിക്കും പണി എനിക്കാ കിട്ടിയത്. എൻ്റെ തല കണ്ട അയാൾ പറഞ്ഞു വരും. പിന്നെ നിങ്ങൾ എടുത്തുകൊണ്ടാണെന്ന് നോക്കിയൊന്നും വേണ്ട, പ്രസവിച്ച് പോയിക്കുക, ബാക്കിയൊക്കെ വിളമ്പും, ഒക്കെ സഹിക്കാം. ഈ ആളുകളുടെ ഇടയിൽ വെച്ച് മൂത്രമൊഴിച്ച് പറയുമ്പോൾ ശരിക്കും തൊലിരിഞ്ഞു പോവും. അതും ശരിയാ. ഇനി എന്താ ഇപ്പം ഇതിനൊരു മരുന്ന്? ഞാൻ നെടുവീർപ്പെട്ടു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എൻ്റെ സ്വസ്ഥത പോവും. അവിടെ നിർത്തി അവളുടേത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ലോക്കൽ മൊബൈൽ വാങ്ങി നാട്ടിലേക്ക് അങ്ങ് വിട്ടു. ആ മൂർഖൻ്റെ പത്തി താഴ്ത്താൻ. മൊബൈൽ കിട്ടി 2 ദിവസം കഴിഞ്ഞില്ല അവള് വീണ്ടും. നിങ്ങൾക്കറിയോ എന്ത്? ഈശ്വര, അവള് വീണ്ടും കഥ പറയാനുള്ള പുറപ്പാടാണോ? അയാൾ ഇന്നലെ എന്തു പറഞ്ഞത്? കഥ തുടങ്ങാൻ തന്നെ ഉറപ്പ്. ഇവിടെ കിടക്കുന്ന ഞാനെങ്ങനെ അറിയാനാടി? നീ പറയാണ്ട്. അയാൾക്കത് വിളിക്കാനും പറയാനൊന്നും അറിയില്ലാന്ന്. നിങ്ങൾ തന്നാന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാനാണ് പോലും. അവളുടെ വാക്കുകളിൽ അതിശയമാണോ ദേഷ്യമാണോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചേടാ, എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്നാലും ശല്യം ഒഴിഞ്ഞല്ലോ, അത് മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പറയാനാ? അവളങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അവളോട് പറയാമെന്ന് മനസ്സിൽ തികട്ടിയത് പലതും തൊണ്ടയിൽ തടഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ടാക്കി. രാത്രിയിലുള്ള കുബൂസും കടിച്ചു വലിച്ചൊന്ന് കണ്ണുമണിയപ്പോൾ അതാ അവളുടെ വിളി. ഈ നട്ടപ്പാതിരക്ക് ഇവൾക്ക് ഇത് എന്തിൻ്റെ അസുഖ? ഫോൺ എടുത്ത് അവളുടെ കരച്ചിലാണ് കേട്ടത്. അങ്ങനെ കരയാത്ത ആളാണ്. എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഞാൻ അവളോട് കരച്ചിലെടുത്ത് കാര്യം പറയാൻ ആവശ്യപ്പെട്ടു. ചേട്ടാ, മോൾ ICUലാണ് ഉള്ളത്. രാത്രി സ്റ്റെയർ കേസിൽ നിന്ന് വീണു. അടുക്കളയിലായിരുന്നു, മുകളിലോട്ട് കയറി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വീഴ്ചയിൽ കയ്യിരുന്ന ഗ്ലാസ് പൊട്ടി ഞരമ്പ് അറ്റുപോയി. അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നീ കരയാതെ, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് പറ. എന്നെ തൊണ്ടയിടറി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കൈവന്ന കൺമണിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നു പോകും ഞങ്ങൾ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞ്. അവള് നിർത്തിയ ശേഷം തുടർന്നു. അവളെ എടുത്തു ഓടി പുറത്തെത്തുമ്പോഴേക്കും ചോരയിൽ കുളിച്ചിരുന്നു ഞാൻ. ആ സമയത്ത് ചോരയിൽ മുങ്ങി കുഞ്ഞുമായി നിന്ന് എന്നെ സഹായിക്കാൻ അറിയുന്നവർ പോലും നിറച്ചു. ചിലർ ചേർന്നൊരു ടാക്സി വിളിച്ചു തന്നു. പക്ഷെ ആരും കൂടെ കയറാൻ കൂട്ടാക്കിയില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. എനിക്കറിയില്ല എവിടുന്നാ അപ്പോൾ ഗോപാലേട്ടൻ വന്നതെന്ന്. എന്നെ ആ കോളത്തിൽ കണ്ടപാടെ പുള്ളി ഉറക്കെ കരഞ്ഞു. പിന്നെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഡ്രൈവറോട് ഹോസ്പിറ്റലിലേക്ക് വിടാൻ ശരിക്കും അലറുകയായിരുന്നു. ഇടയ്ക്ക് ഒന്നും വരില്ലെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുള്ളിയും കരഞ്ഞു. ഇതുവരെ ഹോസ്പിറ്റലിൽ മരണം ഓട്ടായിരുന്നു, മരുന്നിനും രക്തത്തിനുമായി. പാവം. എന്നിട്ട് അയാളെവിടെ? ആ വരാന്തിലിരുന്ന് ആരോടോ നിങ്ങൾ എടുത്തു വളർത്തി ആ കഥ പറയുന്നുണ്ട്. ഞാൻ മറുപടിയായിരുന്നു മോളി. കുട്ടിക്കാലം മുതലേ കാണാൻ തുടങ്ങിയതാണ് ഈ വ്യക്തിയെ. ഒരേ ഒരു മകൻ മരിച്ചതിന് ശേഷമാണ് പുള്ളി ഈ കോലത്തിലായത്. ഞാൻ അവന് ഒരേ പ്രായക്കാരായിരുന്നു. അവൻ്റെ മരണശേഷം എന്നെ ഇവിടെ വെച്ച് കണ്ടാലും പുള്ളി കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. പലപ്പോഴും പലതും എനിക്ക് നേരെ വെച്ച് നീട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ വാങ്ങിയത് ഓർക്കുന്നു. അന്നാ നിറഞ്ഞ കണ്ണോടെ എൻ്റെ നെറുകയിൽ ചുംബിച്ച് മോനെ എന്നാ വിളിച്ചത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പക്ഷേ അതിലോർമ്മ അന്യജാതിക്കാരിൽ നിന്ന് അത് വാങ്ങിക്കഴിച്ചതിന് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചൂരൽ പ്രയോഗത്തിനാണ്. അന്ന് ആ വിളിയിലെ സ്നേഹത്തിൻ്റെ മധുരം തിരിച്ചറിയാൻ പക്വത ഉണ്ടായിരുന്നില്ല. അതുണ്ടായപ്പോൾ ഉയർച്ചകളുടെ പടവിലെവിടെയോ ഗോപാലേട്ടനെ ഞാൻ മറന്നു. എന്നാൽ പുള്ളി ഇപ്പോഴും ആ സ്നേഹം ചേർത്ത് കൂടെ കൊണ്ട് നടക്കുന്നു.
ആ സ്നേഹത്തിൻ്റെ പിൻബലത്തിലാവാം എൻ്റെ മേലുള്ള അവകാശം സ്ഥാപിക്കൽ. ആ എടുത്തോളത്തെ കഥ പോലും മെനഞ്ഞത് പുതുമ ചോരാതെ മധുരം ചേർത്ത് മറ്റുള്ളവർക്ക് വിളമ്പുന്നു. നിങ്ങളെന്തോന്നും മിണ്ടാത്ത്? ഗോപാലട്ടി ഈ പറയുന്ന കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവളുടെ ചോദ്യം എന്നെ തട്ടിയുണർത്തി. സത്യത്തിലില്ല. പക്ഷേ ഇനി അത് നിഷേധിക്കാൻ പോകണ്ട. പുള്ളി അത് വേദനിപ്പിക്കും. ചിലരങ്ങനെയാ. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. കൊടുത്തില്ലെങ്കിലും തന്നുകൊണ്ടിരിക്കും ചില മനസ്സുകൾ. ഇല്ല, ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. ഇപ്പം ആ കഥയോട് എനിക്ക് വെറുപ്പില്ല. നമ്മുടെ ആപത്ത് കാലത്ത് തുണയാവുക. പലപ്പോഴും നമ്മൾ കാണാതെ പരിഗണിക്കാതെ പോയവരാവും. നമ്മൾ ചെറുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരാവും. ഞാൻ ഇന്നലെ പഠിച്ചു ആ വലിയ പാഠം. അവൾ ചിരിച്ചു. അത് ഉള്ളു തുറന്ന് ശരിയായിരുന്നു. തീവ്ര ദുഃഖങ്ങളും ചില പാഠങ്ങൾ നൽകും. ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത പാഠങ്ങൾ. ആ തിരിച്ചറിവിനൊപ്പം ഞാൻ അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. അപ്പോഴും ഗോപാലേട്ടൻ മറ്റൊരാൾക്ക് ആ കഥ പകരുകയായിരുന്നു. മരിച്ചിട്ടും മരിക്കാത്ത മകൻ്റെ കഥ.